നമ്മുടെ കഴിഞ്ഞകാല ഇത്തരം പണികൾ പരിശോധിച്ചാൽ സ്ഥിരമായൊരു 3 കോൺട്രാക്ടർമാരാണ്. ഒന്ന് CBG തിലകൻ, S കുമരേശൻ, R രാജേഷ്. ഇത് 3 ഒരാൾ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നിലവിളക്കിൻ്റെ വാടക 6000 രൂപയാണ്. നിലവിളക്ക് വാങ്ങാൻ 10,000 ആവുള്ളൂ. 60,000 രൂപയാണ് 1,500 പേർക്ക് ചായയും വടയും കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഒരു കുടുംബശ്രീ യൂണിറ്റ് എൻ്റെ മുമ്പിൽ തന്നെ ഉദ്യോഗസ്ഥരടക്കം ഇരിക്കുമ്പോൾ ചോദിച്ചു. നമ്മളത് 20,000 രൂപയ്ക്ക് പുറത്തൊരാളിനെ കൊണ്ട് ചെയ്യിച്ചു. കഴിഞ്ഞ 10-12 കൊല്ലമായി തിരുവനന്തപുരം നഗരസഭയിൽ ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നറിയില്ല. ഒരുപക്ഷെ അതിലെത്ര പേർ ഈ ഹാളിലുണ്ട് എന്നും അറിയില്ല. അന്വേഷിക്കേണ്ട, പരിശോധിക്കേണ്ട വലിയ അഴിമതി ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ LDFിൻ്റെ കൗൺസിലർമാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ 10-12 കൊല്ലം നടന്നതിന്റെ മഞ്ഞു മലയുടെ അഗ്രം പോലെ ചെറുതായി വന്നപ്പോൾ തന്നെ ഞെട്ടി ഉണർന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഏത് ദുസ്വപ്നത്തിൽ നിന്നാണ് എണീറ്റത്? നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യ കൗൺസിൽ യോഗം നടക്കുകയാണ്. വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു കൗൺസിൽ യോഗത്തിൽ കണ്ണമ്മൂല വാർഡ് കൗൺസിലറും തിരുവനന്തപുരം നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ പാറ്റൂർ രാധാകൃഷ്ണൻ സംസാരിക്കുകയാണ്. ഇന്നത്തെ അജണ്ട സ്കാറ്റർ ചെയ്ത് പലയിടത്തായി കിടക്കുന്നു. ഏതൊക്കെയാണ് ഈ മരാമത്തിന്റെ അനുമതി, അത് കഴിഞ്ഞ് ഫിനാൻസിന്റെ അനുമതി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ അവ്യക്തതയുണ്ട്. എങ്കിലും ഇപ്പോൾ ശ്രീമതി മേരി പുഷ്പം തുടങ്ങി വെച്ച ചർച്ചയെ സംബന്ധിച്ച് തന്നെ ആദ്യം പറയാം. നമ്മുടെ കഴിഞ്ഞകാല ഇത്തരം പണികൾ പരിശോധിച്ചാൽ സ്ഥിരമായൊരു 3 കോൺട്രാക്ടർമാരാണ്. ഒന്ന് CBG തിലകൻ, S കുമരേശൻ, R രാജേഷ്. ഇത് 3 ഒരാൾ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 കൊട്ടേഷനുകൾ എഴുതി വെച്ച് കൊടുക്കുന്നൊരു സ്ഥിരം സംവിധാനം ഉണ്ടായിരുന്നു. അത് കൂടുതൽ ബോധ്യപ്പെട്ടത് അതിൻ്റെ വലിയ അഴിമതിയുടെ ചുരുളഴിഞ്ഞത് ഇപ്പം നമ്മൾ ഗാന്ധി പാർക്കിൽ ഭവനരഹിതർക്ക് വീട് വയ്ക്കുന്നതിന് പണം കൊടുക്കുന്നതിൻ്റെ നായനാർ പാർക്കിൽ നടന്ന ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 10-12 കൊല്ലമായി തിരുവനന്തപുരം നഗരസഭയിൽ ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നറിയില്ല. ഒരുപക്ഷെ അതിലെത്ര പേർ ഈ ഹാളിലുണ്ട് എന്നും അറിയില്ല. അന്വേഷിക്കേണ്ട, പരിശോധിക്കേണ്ട വലിയ അഴിമതി ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ശ്രീമതി മേരി പുഷ്പം തുടങ്ങി വെച്ച ഈ ചർച്ചയുടെ ഭാഗമായി പറയാനുള്ളത്. CBG തിലകനും, S കുമരേശനും, R രാജേഷും. ഒരു നിലവിളക്കിൻ്റെ വാടക 6000 രൂപയാണ്. നിലവിളക്ക് വാങ്ങാൻ 10,000 ആവുള്ളൂ. ഇപ്പം നായനാർ പാർക്കിൽ എടുത്ത നിലവിളക്കിൻ്റെ വാടക 500 രൂപയാണ്. 1,500 പേർക്ക് ചായയും വടയും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബശ്രീ യൂണിറ്റ് എന്നേ ഉള്ളൂ, പണമൊക്കെ വ്യക്തിപരമായി കിട്ടുകയാണ്. നിലവിളക്കിന്റെ രണ്ട് വലിപ്പം ഒന്ന് തന്നെയാണോ? 500 രൂപയും 6000ന്റെ? താങ്കൾ നിന്നാൽ താങ്കളുടെ ചെസ്റ്റ് അളവിൽ കത്തിക്കാൻ കഴിയുന്ന നിലവിളക്ക്, അതാണല്ലോ പൊതുവിൽ സാധാരണ സ്റ്റേജുകളിൽ വയ്ക്കുക. 60,000 രൂപയാണ് 1,500 പേർക്ക് ചായയും വടയും കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഒരു കുടുംബശ്രീ യൂണിറ്റ് എൻ്റെ മുമ്പിൽ തന്നെ ഉദ്യോഗസ്ഥരടക്കം ഇരിക്കുമ്പോൾ ചോദിച്ചത്. നമ്മളത് 20,000 രൂപയ്ക്ക് പുറത്തൊരാളിനെ കൊണ്ട് ചെയ്യിച്ചു. പറഞ്ഞ ന്യായം, കുടുംബശ്രീ ആണെങ്കിൽ കൊട്ടേഷൻ വിളിക്കണ്ട. അപ്പോൾ ഈ കുടുംബശ്രീ യൂണിറ്റ് നമ്മുടെ ക്യാൻറ്റീൻ നടത്തുന്ന അടക്കം കുടുംബശ്രീ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. നേരത്തെ അത് ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു. ഞങ്ങളൊക്കെ പുറത്ത് റോഡിലൂടെ വെറുതെ പോകുമ്പോൾ, ഇവിടെ കൗൺസിലറൊന്നും അല്ലാതെ വഴിപോക്കരായി ഇതുവഴി പോകുമ്പോൾ കയറി നന്നായി ചായയും മസാല ദോശയൊക്കെ പലതവണ കഴിച്ചിട്ടുള്ളൊരു, അതിന് എന്തിനിവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്നറിയില്ല. പക്ഷെ ഇന്നത്തെ ക്യാൻറ്റീൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. അതുപോലെ ഈ ഫിനാൻസിൻ്റെ അനുമതിക്ക് വന്നിരിക്കുന്ന അജണ്ട നമ്പർ 13 ഒരു അഡ്വക്കേറ്റിന് 4,52,000 രൂപ വിവിധ കേസുകളിലായി ഫീസ്. പഴയ ഫീസാണ്. എന്തേ കാലാവധി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കൊടുക്കാൻ എന്തെങ്കിലും തടസ്സമായിരുന്നോ, അതോ കൊടുക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കൗൺസിലിലെ അഴിമതി നടത്തുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരുന്നോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതോ ഈ ഒരു അഡ്വക്കേറ്റ് മാത്രമേ ഉള്ളൂ? അഡ്വക്കേറ്റിൻ്റെ പേര് സുമൻ ചക്രവർത്തി എന്നാണ്. വേറെ വക്കീലന്മാരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പിന്നെ ഞാൻ ഒരിക്കൽ ഇവിടെ ഈ ലോ ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൊരു അജണ്ട ഒരു ലോ ഓഫീസറെ നിയമിക്കുന്നത് സംബന്ധിച്ചാണ്.
ഒരു ലോ ഓഫീസറെ ഇപ്പം നിയമിച്ചതിൻ്റെ അനുമതി മേയർ മുൻകൂർ അനുമതി കൊടുത്തതിൻ്റെ അംഗീകാരത്തിനായിട്ടാണ്. പിന്നെ ഒരു അജണ്ട ഒരു 14 ലക്ഷം രൂപ, അതെനിക്ക് തോന്നുന്നു നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു തോന്നുന്നു, ആവർത്തിച്ച് വന്നിരിക്കുന്നു. അത് പ്രിന്റർ, കമ്പ്യൂട്ടർ തുടങ്ങിയവയൊക്കെ വാങ്ങിച്ച വകയിലാണ്. അതുപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ കൗൺസിലിൻ്റെ മേയർ സെക്ഷനിൽ നിന്ന് അജണ്ട, മിനിറ്റ്സ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ, അതായത് കൗൺസിലിൻ്റെ അജണ്ട, മിനിറ്റ്സ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അജണ്ട, നോട്ടീസ്, ഫോട്ടോ കോപ്പി, ഇതിനെല്ലാം ചേർത്ത് ഒക്ടോബർ നവംബർ, അതായത് ഡിസംബറിൽ കാലാവധി കഴിയുന്നു. ഒക്ടോബർ നവംബറിൽ ഇനി എനിക്ക് ആ കാര്യത്തിലുള്ള സംശയം, ഇനി വലിയ പ്രോഗ്രാമുകൾ, ഭയങ്കരമായി പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഒക്കെ നടന്നതാണോ? 2 മാസത്തേക്ക് പ്രിന്റിംഗ് ചാർജ് ഇനത്തിൽ 12,53,621 രൂപ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രം. അതെല്ലാം ശരിയായി ആണെങ്കിൽ ഞാൻ പറഞ്ഞെടുത്ത് എൻ്റെ ധാരണ പിശക് എന്ന് സമ്മതിക്കാനും തയ്യാറാണ്. മറ്റൊന്ന്, നമ്മുടെ 17ാമത്തെ അജണ്ട, അതിൽ പള്ളിത്തുറ വാർഡ്, പള്ളിത്തുറയിൽ ഏതാണ്ട് 1 ഏക്കറിലധികം സ്ഥലം കുറെ സ്വകാര്യ വ്യക്തികൾ വാങ്ങുന്നു. ഫിനാൻസിലല്ല അല്ലേ? സമ്മറിയിലാണ്. സമ്മറിയിലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഇനി ഫിനാൻസിന്റെ അനുമതി വേണ്ടേ? പറയണോ അതോ പിന്നെ പറഞ്ഞു? അല്ല, പൂർത്തിയാക്കും. അപ്പോൾ അവിടെ ഈ സ്ഥലം, ഈ വീട് വെച്ച ആളുകൾ അവിടെ ഒരു 300 മീറ്റർ നീളത്തിലുള്ള വഴി ആസ്തിയിൽ ഉൾപ്പെടുത്തണം, നഗരസഭയുടെ ആസ്തിയിൽ ഉൾപ്പെടുത്താനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കഴിഞ്ഞ ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതുകൊണ്ടാണ് സുജാദേവി ചെയർപേഴ്സൺ ആയിരുന്ന നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആസ്തിയിൽ ഉൾപ്പെടുത്തുന്നതിന് അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കൗൺസിൽ അംഗീകരിച്ചാലേ അവിടെ ആസ്തിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് ടാറിങ്ങോ മറ്റെന്തെങ്കിലും മരാമത്ത് ചെലവോ നമുക്ക് വഹിക്കാൻ കഴിയും. ഞാനിത് സുജാദേവിയോട് ചോദിച്ചപ്പോൾ സുജാദേവി അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. അടുത്തൊരു അജണ്ട 34, ഇതേ സിറ്റി ഹോസ്പിറ്റൽ റോഡ് 14 ലക്ഷം രൂപയ്ക്ക് ടാർ ചെയ്തതിൻ്റെ അനുമതിക്കായി, അതായത് ടാർ ചെയ്തതിന് 14 ലക്ഷം രൂപ മേയർ മുൻകൂർ അനുവദിച്ചതിൻ്റെ അനുമതിക്കായി ഈ കൗൺസിൽ വന്നിരിക്കുന്നു. ഭീകരമായ അഴിമതിയും ക്രിമിനൽ കുറ്റവുമാണ്. ആസ്തിയിൽ ഉൾപ്പെടാത്തൊരു സ്ഥലം ആസ്തിയിൽ ഉൾപ്പെടുത്താനുള്ള അജണ്ട ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പണം അനുവദിക്കുന്നില്ല, റോഡ് പണി ചെയ്ത് കഴിഞ്ഞു, പരിശോധിക്കാൻ തീരുമാനിക്കണം. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഇപ്പോൾ പറയുന്നില്ല. ഈ പ്രഥമമായി കണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ നഗരസഭയിലെ LDF-ലെ 29 കൗൺസിലർമാർ ഞങ്ങളൊരിക്കലും നിങ്ങൾ ഈ അജണ്ടയുമായി ഇവിടെ വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കൗൺസിലിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുന്ന ആളുകൾ തന്നെ തിരിച്ചു ചോദിക്കുക, സാറ് ഇവരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളൊന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കണം സാർ. ഇത്രയും വിവരമില്ലാത്ത നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വിവരദോഷികളുടെ കൗൺസിലായി നമ്മുടെ കൗൺസിൽ മാറണോ? സാറിനും കൂടെ നാണക്കേടാണ്. അങ്ങനെയുള്ള വാക്കുകളെ സാറിനും കൂടെ നാണക്കേടാണ്. ബഹുമാനപ്പെട്ട മേയർക്ക് കൂടി അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും ജനങ്ങൾ തെരഞ്ഞെടുത്തവരാണ്. ആ വാക്കുകൾ പിൻവലിക്കുന്നു. പക്ഷെ ഒരു മാന്യമായി ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അതിനെ സംബന്ധിച്ച് വീണ്ടും നിങ്ങൾ അവതരിപ്പിച്ച അജണ്ടയുടെ സംശയം ഈ കൗൺസിലിൽ ആവർത്തിക്കുക. നിങ്ങൾ ഉദ്ഘാടനത്തിന് വേണ്ടി നിലവിളക്കിന് 300 രൂപയ്ക്ക് കിട്ടുമായിരുന്നെങ്കിൽ ആ അജണ്ട ബന്ധപ്പെട്ട കമ്മിറ്റി പാസ്സാക്കണ്ടല്ലോ. ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണല്ലോ ഡെപ്യൂട്ടി മേയർ. അങ്ങനെയുള്ള അജണ്ടകൾ നിങ്ങൾക്ക് കമ്മിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടല്ലോ. നിങ്ങൾ പാസ്സാക്കാതെ നിങ്ങൾ ഈ കൗൺസിലിൽ കൊണ്ടുവന്ന് ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നത്
ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതാണോ സാർ? അങ്ങയെപ്പോലൊരാൾ, അങ്ങയെ ഞാൻ മാന്യനായിട്ടാണ് കാണുന്നത്. അങ്ങയുടെ രാഷ്ട്രീയ ഭാഗം ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ മാന്യമായിട്ടാണ് അങ്ങ് ഈ കൗൺസിലിൽ പെരുമാറുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ കൗൺസിലിൽ വന്നപ്പോൾ ബഡ്ജറ്റ് ചർച്ചയ്ക്കിടയിലും ഇത്തരം വളരെ മോശമായിട്ടുള്ള രീതി ഇത്തരം ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഇത്തരം കാര്യങ്ങളെ തിരുത്താനോ വിലക്കാനോ അങ്ങ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ LDFന്റെ കൗൺസിലർമാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള തിലകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ട. തിലകന് ഇത് പാസ്സാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് എന്ത് നിർബന്ധം? അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും LDFന്റെ കൗൺസിലർമാരായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ അതിൻ്റെ സംവിധാനമുണ്ടല്ലോ, ആ സംവിധാനം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 179 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അങ്ങ് ഈ അജണ്ടയിൽ സൂചിപ്പിച്ചല്ലോ. അതെടുത്തുകൊണ്ട് ചില ആളുകൾ ചർച്ച ചെയ്തല്ലോ. നഗരസഭയുടെ 10-20 വർഷക്കാലത്ത് 20 വർഷം വരെ ദിവസക്കൂലിക്ക് പണി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉള്ളതാണ്. ഡ്രൈവർമാർ തൊട്ട് നിലവിലുള്ള ആയിരക്കണക്കിന് ആളുകൾ നഗരസഭയിൽ ഈ രൂപത്തിൽ പണിയെടുക്കുന്നവരാണ്. അവർക്ക് 179 ദിവസം കഴിയുമ്പോൾ സ്ഥിരമായി നമ്മൾ പാസ്സാക്കി കൊടുക്കുന്ന കാര്യം അറിയാവുന്ന MR ഗോപനും ഗിരിയുമെല്ലാം തന്നെ അത് തിരിച്ചറിയാവുന്ന ആളുകളാണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യം കൂടി സാറൊന്ന് അവരെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണമെന്നുള്ള രീതിയിലാണ് ഈ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ല, എല്ലാ കാര്യങ്ങൾക്കും ആരും ഒന്നും പറയരുത്. നമുക്ക് എല്ലാം കേട്ടിരുന്നു. ഒരുപാട് വിവരക്കേടെന്ന് പറയും, എല്ലാം പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പള്ളിത്തുറ വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ ഇദ്ദേഹത്തിന് എന്തിനു ചുരുക്ക്? പള്ളിത്തുറ വാർഡിൽ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ വന്നത് തന്നെ വീണ്ടും വന്നല്ലോ. അവിടെ പണി ചെയ്ത 14 ലക്ഷം രൂപയുടെ കണക്കെടുപ്പ് എന്തേ പ്രശ്നം? നിലവിളക്കിന്റെ കണക്കിൽ എന്തേ പ്രശ്നം? എവിടെയാണ് പറഞ്ഞതിൽ അപാകത? എന്ത് വിവരക്കേടാണ് പറഞ്ഞത്? ഒരു വക്കീലിന് മാത്രം അയക്കെന്തോ പത്മശ്രീ കിട്ടിയിട്ടുണ്ടോ? 4,52,000 രൂപ കൊടുക്കാൻ. കഴിഞ്ഞ 10-12 കൊല്ലം നടന്നതിന്റെ മഞ്ഞു മലയുടെ അഗ്രം പോലെ ചെറുതായി വന്നപ്പോൾ തന്നെ ഞെട്ടി ഉണർന്ന് ബഹളം ഉണ്ടാക്കിയാണ്. ഏത് ദുസ്വപ്നത്തിൽ നിന്നാണ് എണീറ്റത്? മറുപടി പറയല്ലെന്നോ? പിന്നെ മറുപടി ഇല്ല, ഇതിനെന്ത് പറയാൻ? ഈ ഞാൻ പറഞ്ഞാൽ എവിടെയാണ് അപാകത? ഏത് അജണ്ടയുടെ കാര്യത്തിൽ തർക്കം ഉണ്ടെങ്കിൽ മറുവാദം ഉന്നയിക്ക്. ആസ്തിയിൽ ഉൾപ്പെടുത്താത്ത സ്ഥലം ആസ്തിയിൽ ഉൾപ്പെടുത്താൻ ഒരു കൗൺസിലിൽ വരുന്നു, അവിടെ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞു, അതിന്റെ പണം കൊടുക്കാൻ വന്നാൽ അതിനെക്കുറിച്ച് പറയണ്ടേ? എങ്ങനെ പറയാതിരിക്കും? ഞാൻ പറഞ്ഞാൽ എവിടെയാണ് മോശമായി വിവരമില്ലാത്തത് പറഞ്ഞത്? എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹം ഒരു സീനിയർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു തവണ കൗൺസിലറായി 10 തവണ മേയറായിരുന്ന ഒരാളാണ്. പ്രായം കൊണ്ടും മുതിർന്ന ആളാണ്, മുതിർന്ന പൊതുപ്രവർത്തകനാണ്. ആ കാര്യത്തിൽ പറഞ്ഞോളൂ, ഇഷ്ടംപോലെ പറഞ്ഞോളൂ. പക്ഷെ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇതെല്ലാം പരിശോധിച്ച് തന്നെയാണ് പറഞ്ഞത്. ലീഗൽ പാനൽ ഉണ്ടോ? ഈ ഒരു വക്കീൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചത്. അയാളെ മോശക്കാരനാകാനല്ല. പറയാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ലോവർ കോർട്ടിലും ഹൈക്കോർട്ടിലും മുൻ ഭരണസമിതി വെച്ച ഒരു പാനലാണ് കേസ് നടത്തുന്നത്. അവർ കേസുകൾ ഇപ്പോൾ മുൻപാകെയുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് പോകുന്നത് അവർ തന്നെയാണ്. ആ സിസ്റ്റത്തിൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. അവർ ഇതുവരെ നടത്തിയ കേസുകൾക്ക് സബ്മിറ്റ് ചെയ്ത ബില്ലുകൾ നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. അതൊന്നും പുനഃപരിശോധിക്കാനായിട്ട് സാധിക്കില്ല.